പാലക്കാട്ട് വീണ്ടും മൂന്നാം സ്ഥാനത്തായതിന്റെ നാണക്കേടിലാണ് ഇടതുമുന്നണി. ചേലക്കര മണ്ഡലത്തിൽ വീണ്ടും ജയിച്ചുവെങ്കിലും ഭൂരിപക്ഷം 3-1 ഇടിഞ്ഞു. വയനാട്ടിലും വോട്ട് കുറഞ്ഞു. പിണറായി സർക്കാരിനെതിരെ ജനവികാരമുണ്ടായോ എന്നതായിരിക്കും ഇനിയുള്ള ചർച്ച. ജയപരാജയങ്ങൾ മാത്രം നോക്കിയാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തനി ആവർത്തനമാണ് ഇത്തവണത്തേത്. വയനാട് ലോക്സഭയിലെ ജനവിധിയും പഴയതു തന്നെ. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് വാദിക്കാൻ പിണറായി സർക്കാരിന് ഇത് മതി. ഞാനിപ്പോൾ പറയുന്നത് ഗവൺമെന്റ് വിരുദ്ധ വികാരമോ ഗവൺമെന്റിനെതിരായ വിലയിരുത്തലോ ആകാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സാധിക്കുന്നതല്ല. പക്ഷേ സൂക്ഷ്മ വിശകലനത്തിൽ ചിത്രം കുറച്ച് വ്യത്യസ്തമാണ്. ആഞ്ഞു പിടിച്ചിട്ടും മൂന്നാം സ്ഥാനമെന്ന നാണക്കേട് പാലക്കാട് മാറിയില്ല. ഡോക്ടർ സരിനിലൂടെ ഭരിക്കുന്ന മുന്നണിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ 860 വോട്ടേ അധികം നേടാനായുള്ളൂ. സന്ദീപ് വാര്യർക്കെതിരെ പരസ്യം കൊടുത്തിട്ടൊന്നും മുസ്ലിം വോട്ടുകൾ ഇളകിയതുമില്ല. SDP-യും ജമാഅത്തെ ഇസ്ലാമിയും മറുപക്ഷത്തേക്ക് ചാഞ്ഞതാണ് കാരണമെന്നൊക്കെ വെറുതെ പറയാമെന്ന് മാത്രം. ആകെയുള്ള ആശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് കാരണമായത് ഇടതു വോട്ടല്ല, BJP വോട്ടിലെ ചോർച്ചയാണ് എന്നതാണ്. ആര് ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലാതിരുന്ന വയനാട്ടിൽ 4% വോട്ടിന്റെ ഇടിവാണ് ഇടതുമുന്നണിക്കുണ്ടായിരിക്കുന്നത്. ഇതിനിടെ ചേലക്കരയിലെ 12,000-ലധികം വോട്ടിന്റെ വിജയമാണ് ഇടതുമുന്നണിക്ക് ശരിക്കുള്ള പിടിവള്ളി. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത് 27,199 വോട്ട് കുറവാണ് എന്നത് വേറെ കാര്യം. ഇടതു കോട്ടയിൽ നിന്ന് ഇത്രയും വോട്ടുകൾ ചോർന്നുപോയത് ഭരണവിരുദ്ധ വികാരമാണെന്ന് പ്രതിപക്ഷത്തിന് വാദിക്കാം. അപ്പോഴും 12,000-ന് മുകളിലുള്ള UR പ്രദീപിന്റെ ഭൂരിപക്ഷം ആധികാരികമാണെന്ന് ഭരണപക്ഷത്തിനും തർക്കിക്കാം. ഇതിനിടെ ഭരണവിരുദ്ധ വികാരമൊന്നും വോട്ടായില്ലെന്ന് വെടിപൊട്ടിച്ച് K. മുരളീധരൻ പിണറായി സർക്കാരിനെ സഹായിച്ചിട്ടുമുണ്ട്. ഭരണവിരുദ്ധ വികാരം എപ്പോഴും വോട്ടായി മാറണമെന്നില്ല എന്നൊരു സൂചന കൂടെ ചേലക്കര ഞങ്ങൾക്ക് നൽകുന്നു. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് CPM അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾക്ക് അതാണ് സന്തോഷം. അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട്ടെ വൻ വിജയം UDF ക്യാമ്പിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ചേലക്കരയിൽ വിജയിച്ചില്ലെങ്കിലും മുന്നണിയുടെ കെട്ടുറപ്പും ചടുലമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ആസൂത്രണവും ഫലം കണ്ടുവെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നതിനിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം VD സതീശന് വ്യക്തിപരമായും നേട്ടമാണ്. പാലക്കാട് വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. വിജയിച്ചെന്ന് മാത്രമല്ല, വൻ ഭൂരിപക്ഷം. തോൽവിയെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ VD സതീശന്റെ നേതൃസ്ഥാനത്തിന് പോലും ഇളക്കം തട്ടുമായിരുന്നു. സതീശനും ഷാഫിയും രാഹുലും ചേർന്ന പുതിയ അച്ചുതണ്ടിനെതിരെ വാളോങ്ങിയിരുന്നവർക്ക് തൽക്കാലം നിശബ്ദരാകേണ്ടി വരും. വരത്തൻ സ്ഥാനാർത്ഥിയെന്ന വിമർശനത്തിന് ബാലറ്റിലൂടെ തന്നെ രാഹുൽ മാങ്കൂട്ടം മറുപടി കണ്ടെത്തി. ഫലത്തിൽ ചേലക്കരയിലെ പരാജയത്തിന് മറയിടാൻ പാലക്കാട്ടെ വലിയ ഭൂരിപക്ഷത്തിന് കഴിയും. നേരിട്ട പ്രതികൂല ഘടകങ്ങളെയെല്ലാം മറികടന്നാണ് പാലക്കാട്ടെ വിജയം. P. സരിന്റെ കൂറുമാറ്റവും കള്ളപ്പണ ആരോപണവും ഇരട്ട വോട്ട് വിവാദവും അടക്കം അതിജീവിച്ചു. ഒരു പരിധിവരെ ഈ വിവാദങ്ങളെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റി എന്നതാണ് മുന്നണി നേതൃത്വത്തിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ വിജയം. പാലക്കാടും വയനാടും നല്ല വിജയവും ചേലക്കരയിൽ വലിയ പെർഫോമൻസും നടത്താൻ കഴിഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും കൂട്ടായ ഒരു ടീം വർക്കിന്റെ ഫലമാണ്. ഞാൻ ആ ടീം വർക്കിന് ഈ വിജയം സമർപ്പിക്കുക. കോൺഗ്രസിന്റെ പതിവ് ശൈലിയല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കണ്ടത്. മിനിറ്റുകൾക്കകം സ്ഥാനാർത്ഥി പ്രഖ്യാപനം, മുന്നണിയുടെ ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്തുന്നതിൽ വരെ ഈ ആസൂത്രണം പ്രകടമായി. ഒടുവിൽ വോട്ടെടുപ്പിനടുത്ത ദിവസങ്ങളിൽ സന്ദീപ് വാര്യരെ കൂറുമാറ്റി കോൺഗ്രസിന്റെ വമ്പൻ സസ്പെൻസ്. പരാജയപ്പെട്ടെങ്കിലും ചേലക്കരയെന്ന ഇടതുകോട്ട പിടിക്കാൻ വലിയ സന്നാഹമാണ് കോൺഗ്രസ് ഒരുക്കിയത്. മുന്നണി സംവിധാനത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിയുള്ള പ്രചരണം തോൽവിയെങ്കിലും ഭാവിയിൽ നേട്ടമുണ്ടാക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം VD സതീശനായിരുന്നു മുഖ്യ ആസൂത്രകൻ. പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിലും മുന്നണിയിലും കൂടുതൽ കരുത്തനാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യത്തിന് സതീശൻ എന്ന ഉത്തരത്തിനൊപ്പം നിൽക്കാൻ ആളുകൂടും. മാസങ്ങൾക്കപ്പുറം നടക്കേണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കലാണ് ഇനി അടുത്ത വെല്ലുവിളി. മുന്നണി നേതൃത്വം കാട്ടുന്ന ആർജവത്തിനൊപ്പം പാർട്ടി എത്തുന്നില്ലെന്ന വിമർശനമായിരിക്കും ഇനി ഉയരുക. ഫലത്തിൽ VD സതീശന് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തിപരമായ നേട്ടം കൂടിയാവുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.